ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ജയന്തി. ഇപ്പോൾ ഇതാ അടുത്ത് വരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക്, അതായത് സെപ്റ്റംബർ 14, 2025 ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ നാളെ മുതൽ, നാളെ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 17 വരെ ചെയ്യേണ്ട ഒരു അത്ഭുതമായ ഭഗവാന്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഒരു നാമം. ഈ നാമം സെപ്റ്റംബർ 7 മുതൽ, അതായത് പൗർണമി മുതൽ സെപ്റ്റംബർ 17 വരെ, ഏകാദശി വരെ, അതായത് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ 14, ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പ് തുടങ്ങി ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു ബുധനാഴ്ച വരെ ഈ പറയുന്ന ഒരു നാമം നിങ്ങൾ ഞാനീ പറയുന്ന സമയങ്ങളിൽ, ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിടുകയാണെങ്കിൽ സാക്ഷാൽ കൃഷ്ണൻ്റെ മഹത്തായ സിദ്ധി, കൃഷ്ണസിദ്ധി, ഭഗവാന്റെ മഹത്തായ, ഏറ്റവും മഹത്തായ അനുഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കൃഷ്ണ സിദ്ധി, ഭഗവാന്റെ മഹത്തായ അനുഗ്രഹം നിങ്ങൾക്ക് കൈവരും. നിങ്ങൾ ഭഗവാനോട് പിന്നെ എന്താഗ്രഹിച്ച പറഞ്ഞാലും ഭഗവാൻ നടത്തിച്ചു. ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യം അതാണ്. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ കാര്യങ്ങളും അതിൻ്റെ വഴിപാടുകളൊക്കെ അവസാനം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിദ്യയാണ് കൃഷ്ണസിദ്ധി നിങ്ങൾക്ക് കിട്ടുന്ന സിദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിങ്ങൾക്ക് വശമാകും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഭഗവാൻ നടത്തി തരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ദിവസം മുതൽ, അതായത് ഈ 11 ദിവസം, ഞാൻ പറയുന്ന ഈ 11 ദിവസം, ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പ് തുടങ്ങി ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് ബുധനാഴ്ച വരെ വരുന്ന 11 ദിവസം, അതെന്നോ തൊട്ടാന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാനീ പറയുന്ന ഒരു നാമം നിങ്ങൾ ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ആ കൃഷ്ണസിദ്ധി വന്നു ചേരും ഉറപ്പായിട്ടും. പിന്നീട് ഭഗവാനെ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും എന്ത് പറഞ്ഞാലും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഭഗവാന്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹം കിട്ടുന്ന, ഏറ്റവും മഹത്തായ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് കൂടെ പറഞ്ഞു കൊടുക്കുക. അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരുവാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പക്ഷേ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. അന്ന് ഒരുപാട് മെസ്സേജാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ മെസ്സേജ് തന്നെ വന്നിട്ട് എനിക്ക് എല്ലാം കൂടെ നോക്കി കഴിഞ്ഞ് രാത്രി കണ്ണിന് വേദനയായിരുന്നു. അതുപോലെ മെസ്സേജുകൾ വരും. നമുക്ക് പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യും. അവരുടെ സന്തോഷം അവർ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നു. നമ്മുടെ സന്തോഷം കൊണ്ട് നമുക്കതിൽ വിരോധമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ഒരു തവണ ചെയ്താൽ ഒരു പരിഹാരം ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഏതൊരാൾക്കും ചെയ്യാൻ നല്ല കാര്യം പറയത്തുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കർമ്മം, തൊഴിലും നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ കൂടെ ചെയ്യണം. അങ്ങനെ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതിൽ പറഞ്ഞതാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിൽ ഇടുക എന്നുള്ളതാണ്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം സെപ്റ്റംബർ 14, 2025 ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്നുള്ളത്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഭഗവാന്റെ മഹത്തായ ഐശ്വര്യം കിട്ടുന്ന ഒരു കാര്യം ഈ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് ചെയ്യേണ്ടത് പറഞ്ഞു തരികയാണ്. സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 17 വരെ, ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പ് തുടങ്ങി ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് ബുധനാഴ്ച വരെ വരും. ഈ 11 ദിവസം ഞാനീ പറയുന്ന ഒരു നാമം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ജപിച്ചാൽ കൃഷ്ണൻ്റെ മഹത്തായ, ഏറ്റവും മഹത്തായ അനുഗ്രഹം, കൃഷ്ണസിദ്ധി കൈവരും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾ പിന്നെ ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു തരും. ഭഗവാന് നിങ്ങൾക്ക് ആ പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ നന്മ ഉണ്ടാകണം.
എന്നുള്ളത് മാത്രം. പിന്നെ നമ്മൾ നമ്മളെന്തിനും നമ്മുടേതായ ഒരു പ്രയത്നം കൂടെ ചെയ്യുക കൂടെ വേണം. നമ്മുടെ ചെയ്യുന്ന കാര്യം എന്തായാലും അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയും കൂടെ വേണം. അപ്പോഴേ അങ്ങനെയുള്ളവർ കൂടെ ഭഗവാൻ നിൽക്കത്തുള്ളൂ, ഭഗവാൻ നിലനിൽക്കത്തുള്ളൂ. ഇത് ഭഗവാന്റെ മഹത്തായ ഒരു ഐശ്വര്യം കിട്ടുകയും അത് നിലനിർത്തുകയും വേണം. അതുകൊണ്ട് നമ്മൾ ആ സത്യം, ധർമ്മം, മനസ്സിൻ്റെ നന്മ ഇതൊക്കെ പാലിക്കണം, എങ്കിലേ ആ ഐശ്വര്യം നിലനിൽക്കത്തുള്ളൂ. ഈ മഹത്തായ അനുഗ്രഹം കിട്ടാനുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ, അതായത് സെപ്റ്റംബർ 7-ാം തീയതി പൗർണമിയാണ്. അപ്പം അന്ന് മുതൽ, അതായത് പൗർണമി, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, അതുപോലെ പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, അങ്ങനെ സെപ്റ്റംബർ 7-ാം തീയതി മുതൽ സെപ്റ്റംബർ 17-ാം തീയതി വരെ ഉള്ള ഇത്രയും ദിവസം, പൗർണമി മുതൽ ഏകാദശി വരെയുള്ള ദിവസം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഞാനീ പറയുന്ന ഒരു നാമം ഞാനീ പറയുന്ന രീതി ഉരുവിടുക. വാ കൊണ്ട് ഉരുവിടണം. ഗോവിന്ദ 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 എന്ന് 2 തവണ വാ കൊണ്ട് ഉരുവിടുക. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാൽ ഉടൻ, നിങ്ങൾ കുളി കഴിഞ്ഞ്, നിങ്ങൾ കർപ്പൂരം തൊട്ട് തൊഴുന്നതിന് മുമ്പ്, വിളക്കിൽ തൊട്ട് തൊഴുന്നതിന് മുമ്പ്, ഏത് തൊഴിലും തുടങ്ങുന്നതിന് മുമ്പ്, തൊഴിൽ അവസാനിക്കുമ്പോൾ, ഇങ്ങനെ ഈ സമയങ്ങളിലൊക്കെ, പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും, എന്നുവെച്ചാൽ ജോലിക്കിടയിലോ ജോലി ചെയ്യുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത്. അല്ലാതെ ഈ പറഞ്ഞ സമയങ്ങളിലും പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഗോവിന്ദ ഗോവിന്ദ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കുക. ഇത് ഉച്ചരിക്കുമ്പോൾ ഞാനീ പറയുന്ന ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചോണം. ഭഗവാൻ കൃഷ്ണനെ, പശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനെ സങ്കല്പിക്കണം. ആ ഭഗവാനെ കാർവർണ്ണനായിട്ട് തന്നെ സങ്കല്പിക്കണം, നീല നിറത്തിൽ തന്നെ സങ്കല്പിക്കുക. ഭഗവാന്റെ പാദങ്ങൾ നിങ്ങൾ തൊട്ട് തൊഴുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് വാ കൊണ്ട് 2 തവണ വീതം ഇത് ഈ പറഞ്ഞ സമയങ്ങളെ ആവർത്തിച്ച് ജപിക്കുക. നമുക്ക് കേൾക്കാം ശബ്ദത്തിൽ. ഇനിയിപ്പം ഗോവിന്ദ ഗോവിന്ദ, ഇനി അതല്ല, നമുക്ക് വാ കൊണ്ട് ജപിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സ് ജപിച്ചാലും മതി. ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങൾ തൊട്ട് തൊഴുന്നതായിട്ട് പൂർണ്ണ ഭക്തിയോടെ, വിശ്വാസത്തോടെ, കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഭഗവാനെ എന്നുള്ള ആ ആത്മാർത്ഥമായ ഭക്തിയിൽ നിങ്ങൾ ഭഗവാന്റെ പാദം തൊട്ട് തൊഴുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് മനസ്സ് ജപിച്ചാലും മതി. ഈ പറഞ്ഞ സമയങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം, ഒന്നുകൂടെ പറയാം, അത് വലിയൊരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. അത്ഭുതമായ സിദ്ധികൾ ചിലപ്പോൾ കിട്ടും. അതായത് നിങ്ങൾക്ക് ചിലപ്പം അത്ഭുതമായ സിദ്ധികൾ വരെ കിട്ടുക നിങ്ങളുടെ ഭക്തി പോലെ ഇരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഭഗവാന്റെ മഹത്തായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ആ നന്മ തുടരുകയും വേണം. നിങ്ങൾ ജീവിതത്തിൽ നന്മ, നല്ല കാര്യങ്ങൾ അത് തുടർന്നാൽ മാത്രമേ ഐശ്വര്യം നിലനിൽക്കത്തുള്ളൂ, ആ ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങൾ. പക്ഷേ ഭഗവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ അനുഗ്രഹം വരെ തരാം, അല്ലെങ്കിൽ സമ്പത്ത്, ഐശ്വര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യം നടത്തിത്തരാം. കാരണം ഇത് പാദസേവ എന്ന് പറഞ്ഞൊരു സിദ്ധിയാണ്. ഇത് അത്ഭുത സിദ്ധിയാണ്. ഏത് ദേവതയും അത്ഭുതകരമായി വിളിക്കുന്നവരിൽ അവരുടെ അനുഗ്രഹം, അത്ഭുതകരമായ അനുഗ്രഹം കൊടുക്കുന്ന ഒരു രഹസ്യവിദ്യയാണ് പാദസേവ സിദ്ധി എന്ന് പറയും. നമ്മൾ ആ ദേവതയുടെ പാദങ്ങൾ വന്ദിച്ചു, ആ ദേവതയെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി തൊട്ടു തൊഴുത് ആ ദേവതയുടെ മന്ത്രം മനസ്സിൽ പറഞ്ഞാൽ അത് അന്നപാനാദികൾക്ക് മുമ്പേ, കർമ്മത്തിന് മുമ്പേ, നമ്മുടെ പല പ്രവൃത്തികൾക്ക് മുമ്പേ, ആഹാരം, അന്നപാനാദികളെ, സ്നാനം, പ്രാർത്ഥന, ഇതിനൊക്കെ മുമ്പേ പറഞ്ഞ വിശേഷപ്പെട്ട ഒരു ഭഗവാന്റെ അനുഗ്രഹം കൈവരുമെന്നുള്ളതാണ്. ആഹാരം അന്നപാനാദികൾ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ്. സ്നാനം എന്ന് വെച്ചാൽ കുളി കഴിഞ്ഞ ഉടൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥന, കർപ്പൂരം തൊട്ടുള്ള പ്രാർത്ഥന. പിന്നെ പ്രവൃത്തി എന്ന് വെച്ചാൽ തൊഴിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പേ, തൊഴിൽ അവസാനിക്കുമ്പോൾ, പിന്നെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ വിദ്യ ചെയ്തു കൊടുക്കുക. എത്ര ദിവസം ചെയ്യണം? 11 ദിവസം ചെയ്യുക. സെപ്റ്റംബർ 7-ാം തീയതി മുതൽ സെപ്റ്റംബർ 17-ാം തീയതി വരെ ചെയ്ത് നിർത്താം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. ഈ ഒരു 11 ദിവസം ചെയ്യുക.
അപ്പോൾ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യണ്ട. ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും കുളി കഴിഞ്ഞാൽ ഉടനെയും നിങ്ങൾ വിളക്കിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പും കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പും ഒരു തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പും തൊഴിൽ അവസാനിക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും ഉണർന്ന ഉടനെയും ഇത്രയും സമയങ്ങളിൽ ജപിക്കുക. ഈ സമയങ്ങളിൽ പിന്നെ ഫ്രീ ആയിരിക്കുമ്പോഴും ജപിക്കുക. ഒരു ജോലിക്കടയിലോ ഒരു തൊഴിലിനിടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും ജപിക്കരുത് കേട്ടോ. അപ്പോഴൊന്നും ജപിക്കേണ്ട, ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുക. അങ്ങനെ ദിവസവും നിങ്ങൾ ഈ 11 ദിവസം ചെയ്യുക. ഭഗവാൻ പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിവതും മനഃശുദ്ധി ശരീരശുദ്ധിയൊക്കെ പാലിച്ചു ചെയ്താൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനം മനഃശുദ്ധി തന്നെയാണ് കേട്ടോ. മനസ്സുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരുടെ കുറ്റം ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതിരിക്കുക. പിന്നെ ആഹാരങ്ങൾ നല്ല രീതിയിലുള്ള സാത്വികമായ ആഹാരങ്ങൾ കഴിച്ചാലും വളരെ നന്നായിരിക്കും. അത് പ്രത്യേക ഗുണമുണ്ട് സാത്വിക ആഹാരങ്ങൾ കഴിച്ചാൽ. അതോടൊപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, ആരെയും ദുഷിക്കാതിരിക്കുക. കഴിവതും ഉച്ചയുറക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒഴിവാക്കാൻ നല്ലതായിരിക്കും. ഉച്ചയുറക്കം ഒഴിവാക്കുക. അങ്ങനെ ഏറ്റവും പരിശുദ്ധമായ ഒരു മനസ്സോടുകൂടി ഇത് 11 ദിവസം ചെയ്താൽ കൃഷ്ണൻ്റെ അപാരമായ സിദ്ധി നിങ്ങളിലേക്ക് കൈവരും. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ചെയ്യാം. വേണമെങ്കിൽ ദിവസവും ചെയ്യാം, അല്ലാതെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഭഗവാൻ നിങ്ങൾക്ക് എന്തു കാര്യം സാധിച്ചു വരും എന്നുള്ളതാണ്. ഭഗവാൻ നിങ്ങളെ വിളിച്ചാൽ വെളിപ്പുറത്തായിരിക്കും. വിളിച്ചാൽ വെളിപ്പുറത്ത് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, മഹത്തായ അനുഗ്രഹം, മഹത്തായ സിദ്ധി നിങ്ങൾക്ക് കിട്ടും. ഭഗവാൻ അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായ ശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണം. ഒരു 11 ദിവസത്തേക്കെങ്കിലും ശുദ്ധന്മാരാകാൻ ശ്രമിക്കുക. പിന്നെ ബാക്കി ശുദ്ധത വന്നു ചേർന്നോളൂ. 11 ദിവസത്തേക്കെങ്കിലും ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് അങ്ങ് വേണ്ടാന്ന് വെക്കുക. പിന്നെ സമയമുള്ളപ്പോൾ നമുക്ക് പറയാം. അതിന് നമുക്ക് ഇടയ്ക്ക് ഒരു അവധിയൊക്കെ എടുത്ത് പറയാം. അല്ലെ അവധി ദിവസങ്ങളിലൊക്കെ 11 ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഈ കുറ്റം ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പം ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങൾ വൈകിയാണെങ്കിൽ പോലും അന്ന് മുതൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പം നാളെ തൊട്ട് ആളുകൾ കണ്ടെന്നിരിക്കത്തില്ല. നിങ്ങൾ എപ്പം കാണുന്നോ അപ്പം തൊട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും ദിവസം ചെയ്യുക. ഇനിയും നമ്മൾ ഇത് അവസാനിക്കുന്ന ദിവസം സെപ്റ്റംബർ 17-ാം തീയതി ഏകാദശിയുടെ അന്നാണ് നമ്മൾ ഈ ജപം നിർത്തുന്നത്. അന്ന് നിങ്ങൾ അമ്പലത്തിൽ പോകണം. ഭഗവാൻ അവൽ സമർപ്പിക്കണം. ഗോവിന്ദ ഗോവിന്ദ ജപിച്ച് അവൽ സമർപ്പിക്കണം. പറ്റുമെങ്കിൽ ഒരു പാൽപ്പായസം ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി സമർപ്പിക്കണം. തുളസിമാല പറ്റുമെങ്കിൽ സമർപ്പിക്കണം. ഭഗവാന്റെ അപാരമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. സെപ്റ്റംബർ 17-ാം തീയതി കന്നിമാസത്തിലെ ആദ്യത്തെ ഏകാദശിയും കൂടിയാണ് കേട്ടോ. അത് മഹത്തായ അനുഗ്രഹം ഉണ്ടാകും. കാരണം ഈ കന്നിമാസം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് പുണ്യങ്ങളുള്ളൊരു മാസമാണ്. കാരണം നവരാത്രി വ്രതമൊക്കെ വരുന്നു കന്നിമാസത്തിലാണ്. പൂജയെടുപ്പും നവരാത്രി വ്രതങ്ങളും ഒക്കെ വരുന്നു. അതൊക്കെ കന്നിമാസമാണ്. ഒരുപാട് പുണ്യങ്ങളുള്ളൊരു മാസമാണ്. അപ്പോൾ കന്നിമാസത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് സെപ്റ്റംബർ 17-ാം തീയതി. അന്നാണ് നമ്മൾ ജപം അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇപ്പം ഭക്ഷണക്കാര്യത്തിൽ ഈ ഉപവാസമൊന്നും എടുക്കണ്ട. ആഹാരമൊക്കെ ആവശ്യത്തിന് കഴിക്കുക, വെള്ളമൊക്കെ കുടിക്കുക. അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ സാത്വിക ആഹാരം നല്ല രീതിയിലുള്ള മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അനുഗ്രഹം ഉണ്ടാകും. ഒഴിവാക്കുന്നത് ഏറ്റവും ഒരു അനുഗ്രഹമായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്തായാലും ആഹാരം കഴിക്കണം കേട്ടോ. ആഹാരം ഒഴിവാക്കിയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർ അവരും എല്ലാം മരുന്ന് കഴിക്കുന്നവർക്കും കഴിക്കാത്തവരും എല്ലാം ആഹാരം കഴിച്ചോണം. എന്ന് വെച്ചാൽ നമ്മൾ ഉപവാസം അങ്ങനെയൊന്നും ഒരിക്കലും എടുക്കണ്ട. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിയുന്ന മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ് പറയാം. പക്ഷെ ആഹാരമൊക്കെ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കുക. വ്രതം എടുക്കണ്ട, ഒരിക്കലും എടുക്കണ്ട, ഉപവാസം എടുക്കണ്ട. ഇങ്ങനെ ചെയ്യുക. ഞാനീ പറഞ്ഞ ദിവസങ്ങളിൽ ഈ ജപത്തിൻ്റെ കാര്യം പറയുന്നത്. ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ഏറ്റവും നിഷ്കളങ്കമായിരിക്കണം. ഭഗവാൻ നിങ്ങൾക്ക് മഹത്തായ അനുഗ്രഹം നൽകും. ഇനിയും ആ ജപം അവസാനിക്കുന്നതെന്ന് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇനി ശ്രീകൃഷ്ണജയന്തിയുടെ കാര്യം പറഞ്ഞുതരാം. ശ്രീകൃഷ്ണജയന്തി സെപ്റ്റംബർ 14 നമ്മൾ ഈ ജപം നടത്തുന്ന ദിവസങ്ങൾക്ക് ഇടയിൽ വരുന്നുണ്ട് ശ്രീകൃഷ്ണജയന്തി. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. ശ്രീകൃഷ്ണജയന്തി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇനിയും പറഞ്ഞുതരാം. ശ്രീകൃഷ്ണജയന്തി ദിവസത്ത് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ?
ശ്രീകൃഷ്ണ ജയന്തി ഞായറാഴ്ചയാണ്. നിങ്ങൾ ശനിയും ഞായറും ഭഗവാന് രാവിലെ അവല് സമർപ്പിക്കണം. നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയ അവല് വേണം സമർപ്പിക്കാൻ ഈ ശനിയും ഞായറും. പിന്നെ ഞാൻ പറഞ്ഞ ഏകാദശിയുടെ അന്നും സെപ്റ്റംബർ 17 നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയ അവല് വേണം സമർപ്പിക്കാൻ കേട്ടോ. അത് അല്പം അവർ ഒരു തൂശനില വെച്ചൊക്കെ സമർപ്പിച്ചാൽ മതി. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ, സമൃദ്ധി നൽകണേ, എന്നും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ മതി. അപ്പം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് സെപ്റ്റംബർ 14 ഭഗവാന് സെപ്റ്റംബർ 14 സെപ്റ്റംബർ 13 ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ നിങ്ങൾ അവല് കൊടുക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ അനുഗ്രഹം ഉണ്ടാകും. അത് ഇതാരും പറഞ്ഞു തരത്തില്ല. ഈ ശനിയാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേദിവസം ഭഗവാൻ അവല് തലേദിവസവും കൂടെ കൊടുത്താൽ ആ ഭക്തനിൽ ഭഗവാൻ പെട്ടെന്ന് ഭഗവാന്റെ പ്രീതി ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലായത്. തലേദിവസം ഏത് വിശേഷ ദിവസത്തിനും തലേദിവസം വളരെ പ്രാധാന്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. തലേദിവസമാണ് പ്രാധാന്യം വളരെ കൂടുതൽ. ആ ദിവസവും പ്രാധാന്യം കൂടുതൽ തന്നെയാണ്. അതുപോലെ തലേദിവസവും പ്രാധാന്യമുണ്ട്. കാരണം തലേദിവസം തൊട്ടാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആഘോഷം നടക്കുന്ന ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും മനഃശുദ്ധിയിലേക്ക് വരത്തുള്ളൂ. തലേദിവസം മുതലേ മനഃശുദ്ധി ഉണ്ടാകണം. അതാണ്. അപ്പോൾ സെപ്റ്റംബർ 13 ശനിയാഴ്ചയും സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നും 2 ദിവസവും രാവിലെ അവല് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക സാമ്പത്തികം ഉണ്ടാകാൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തലേദിവസവും ചെയ്യണം, 2 ദിവസവും ചെയ്യണം. പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും. പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഭഗവാൻ ഇഷ്ടമാണ് പാൽപ്പായസം. പിന്നെ കദളിപ്പഴം, ഇതൊക്കെ നിങ്ങൾക്ക് പുരുഷ സൂക്താർച്ചന, നെയ്വിളക്ക്, ഇങ്ങനെ ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് 2 ദിവസം അടുപ്പിച്ച് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അതായത് ശ്രീകൃഷ്ണൻ്റെ അന്നും തലേദിവസവും ശ്രീകൃഷ്ണൻ്റെ അന്നൂടെ ചെയ്യുക. പിന്നെ വ്രതം എടുക്കേണ്ട അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നവർ ശ്രീകൃഷ്ണൻ്റെ അന്നോ തലേദിവസമോ ഒന്നും മരുന്ന് കഴിക്കുന്നവരൊന്നും വ്രതം എടുക്കേണ്ട. അവർ ഭഗവാനെ വിളിച്ചാൽ മതി. അല്ലാത്തൊരു ഒരിക്കലും എടുക്കാൻ നല്ലതാണ്. ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം. തലേദിവസം വൈകിട്ട് 5 മണി തൊട്ട് തുടങ്ങണം. അല്ല തലേദിവസം മൊത്തം വ്രതം എടുത്താലും നല്ലതാണ്. ഒരിക്കലും എടുക്കുക. ഉച്ചയ്ക്ക് മാത്രം അരി ചേർന്ന ചോറ് കഴിക്കാം, വെള്ളം കുടിക്കുക. രാവിലെയും വൈകിട്ടും അരി ചേരാത്ത ഫ്രൂട്ട്സ്, ചപ്പാത്തി കഴിക്കാം, വെള്ളം കുടിക്കുക. ശ്രീകൃഷ്ണേന്ദ്ര തലേദിവസവും ശ്രീകൃഷ്ണേന്ദ്ര അന്നും ചെയ്താൽ നല്ലതാണ്. ആ മരുന്നൊന്നും കഴിക്കാത്തവർ ചെയ്താൽ മതി. ഒരിക്കലും എടുക്കുക. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ചെയ്യുക. നന്നായിരിക്കും. പിന്നെ ശ്രീകൃഷ്ണേന്ദ്ര അന്ന് നിങ്ങൾ രാവിലെ തന്നെ ഒരു 5:30-6 മണിക്ക് തന്നെ ഉണരാൻ ശ്രമിക്കണം. എന്നിട്ട് പ്രാർത്ഥനകൾ തുടങ്ങണം. അതിൻ്റെ അത് പ്രത്യേക ഫലമുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് പ്രാർത്ഥനകൾ തുടങ്ങിയാൽ ഫലമാണ്. പിന്നെ ശ്രീകൃഷ്ണേന്ദ്ര തലേദിവസവും ശ്രീകൃഷ്ണേന്ദ്ര അന്നും ഉച്ചയുറക്കം പാടില്ല. പിന്നെ നിങ്ങൾ മനഃശുദ്ധമായിരിക്കുക. സാത്വിക ആഹാരങ്ങൾ ഉപയോഗിക്കുക, നല്ലതാണ്. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും മനസ്സുകൊണ്ട് ശുദ്ധമായിരിക്കുക. പിന്നെ ഭഗവാന്റെ ക്ഷേത്രത്തിലെ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക, ക്ഷേത്ര ദർശനം ചെയ്യുക. പിന്നെ ഭഗവാന്റെ അന്നേ ദിവസമുള്ള ഘോഷയാത്രകളും കാര്യങ്ങളുമൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഭഗവാനോടുള്ള ഭക്തി നമ്മൾ അങ്ങനെ ഭഗവാനോടുള്ള നമ്മുടെ സമർപ്പണം ഭഗവാനോടൊപ്പം ഘോഷയാത്രയോടൊപ്പം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മളെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന കുട്ടികൾക്ക് ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങുക. അത് ഈ ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങുന്നത് കൃഷ്ണനോ രാധയും സ്ത്രീകളാണ് രാധയായിട്ട് ഒരുങ്ങുക വലിയൊരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. ഞാൻ ഈ യോഗ വഴി സഞ്ചരിക്കുന്ന ആളാണ്, അറിയാമല്ലോ. അതായത് ആ ഒരു ശൈവ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ഞാനിത് പറയണമെന്നുള്ള അതിനകത്ത് കാര്യമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹായോഗിയാണ്, പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ. ഇത് ശിവനും കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ പല രീതിയിൽ വിളിക്കുന്നൊന്നുമില്ല, എല്ലാം ഒരു ശക്തി തന്നെയാണ്. അപ്പം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ കുട്ടികൾ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നതും ആൺകുട്ടികൾ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നതും പെൺകുട്ടികൾ രാധയായിട്ട് ഒരുങ്ങുന്നതൊക്കെ നല്ലതാണ്. പിന്നെ താലപ്പൊലിയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഏറിയ സമയം കൂടുതലും ആ ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ആ ഈശ്വരീയമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷ്ണനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ അവസാനത്തെ പ്രാവശ്യം ഞാൻ ഒരുങ്ങുമ്പോൾ അവർ അന്ന് ടെമ്പോയുടെ മണ്ടയ്ക്ക് ഒരു കൃഷ്ണനെ സന്യാസിയും കൂടി അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു സന്യാസിയായിട്ട് ഒരാൾ ഇരുന്നുകൊണ്ട് കൂടെ ഒരു കൃഷ്ണനോട് വേണം. അപ്പോൾ ഒരാളിങ്ങനെ ഓടി, ഈ കൃഷ്ണന്മാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയിട്ട് എന്നെയാണ് പെട്ടെന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയി ഈ ടെമ്പോയുടെ മണ്ടയ്ക്ക് ഇരുത്തുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു സന്യാസി ആയിട്ട് ഒരാൾ ഒരുങ്ങിയിരിപ്പുണ്ട്.
അവസാനമായിട്ട് ഒരുങ്ങിയ അന്നാണ്. അല്ലാതെ കുറേ പ്രാവശ്യം ഒരുങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരുങ്ങിയത്. പക്ഷേ അന്ന് എനിക്കിതിൻ്റെ ഒന്നും ഒരു അർത്ഥം മനസ്സിലാകുന്നില്ല. ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പിന്നെ ഞാനിപ്പോൾ എത്രയോ സന്യാസിമാരുടെ അവധൂതന്മാരുടെ വിദ്യകൾ ചെയ്യുന്നു. ഒരു അവധൂതനെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റി. ശിവവിദ്യ ചെയ്യുന്നു, ശിവയോഗം ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഞാനൊരു ഈശ്വരനെ പല രീതിയിൽ അറിയുന്നു. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ലക്ഷണം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നും ഒരു ലക്ഷണം ആ സന്യാസിയായിട്ട് ഒരുങ്ങിയ ആളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റി, ചെമ്പോയുടെ മണ്ടയ്ക്ക്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പം കുട്ടികളെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ആ കൃഷ്ണനായിട്ട് ഒരുങ്ങിയാലും പെൺകുട്ടികൾ രാധയായിട്ട് ഒരുങ്ങുക, ആൺകുട്ടികൾ കൃഷ്ണനായിട്ട് ഒരുങ്ങിയാലും അതൊക്കെ ഒരു വേഷങ്ങളായിട്ട് ഒരുക്കുന്നതിലുപരി ഇതെല്ലാം ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭഗവാനുണ്ട് ആ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നിടത്തും എനിക്ക് അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. സഹസാഗതി ആ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നിടത്തും കുട്ടികളുടെ ഒരുങ്ങുന്നിടത്തും ഒക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് അതൊരു പുണ്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അന്ന് ടെമ്പോ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിനൊക്കെ അങ്ങനെ എഴുന്നേക്കാനും അനങ്ങാനും പറ്റത്തില്ല. സന്യാസം ഇങ്ങനെ ഇരിക്കും അനങ്ങാതെ. ഞാൻ പയ്യനല്ലേ, കൊച്ചു കുട്ടിയല്ലേ. ഞാനിങ്ങനെ കാല് ഇടയ്ക്ക് അനയ്ക്കാൻ പോയപ്പോൾ സന്യാസി പറഞ്ഞു മര്യാദക്കിരി അനങ്ങാതിരി. എൻ്റെ കാലും അങ്ങ് മരച്ച്. കാരണം ഒരുപാട് ദൂരം ഉണ്ടല്ലോ ശ്രീകൃഷ്ണൻ്റെ ഘോഷയാത്ര. എങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഭഗവാൻ എനിക്കൊരു അവസരം തന്നതിന് ഭഗവാനോട് ഇന്ന് ഞാൻ നന്ദി പറയുന്നു. അന്ന് എനിക്ക് അതിൻ്റെ വില അറിയത്തില്ല. അന്ന് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടിയതാണെന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കഴിവതും കൃഷ്ണനായിട്ട് ഒരുക്കണം, പെൺകുട്ടികളെ രാധയായിട്ട് ഒരുക്കണം. നമ്മൾ കഴിവതും അത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്. ആ ഘോഷയാത്രയിലും എല്ലാത്തിലും, ക്ഷേത്രത്തിലും എല്ലാം ഭഗവാന്റെ സാന്നിധ്യം എല്ലാവരും നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ആ ഘോഷയാത്രകളിൽ പോലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇതെല്ലാം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ് കേട്ടോ. ഇവിടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആ ചിന്തയിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് അവല് കൊടുക്കുമല്ലോ. ഞാൻ ഇപ്രാവശ്യം 10 കിലോ അവല് കൊടുക്കുന്നുണ്ട്. ഒരു ചാക്ക് വരും 10 കിലോ അവല്. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ കൊടുക്കും. ഞാൻ അവലും ചുമന്നുകൊണ്ട് കൊണ്ട് കൊടുക്കും മേടിച്ച്. അത് എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഈ 10 കിലോ അവലെന്നല്ല, എനിക്ക് 30 കിലോ അവലോ ഒക്കെ വേണ്ടി വരുന്നത്. അത് മുഴുവൻ കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം വേണമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് എത്ര ഭഗവാൻ കൊടുക്കാനും സന്തോഷമുള്ളൂ, മനസ്സ് നിറഞ്ഞു കൊടുക്കുന്നത്. 10 കിലോ അവല് ഞാൻ നേരത്തെ പറയും, ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 കിലോ അവല് എൻ്റെ വകയാണ്. ഒരു ചാക്കിനകത്ത് ഉണ്ട്. ഞാനത് സന്തോഷത്തോടെ ആ ഘോഷയാത്രയ്ക്ക് വേണ്ടി അവൽപ്പതി വിതരണം ഉണ്ടല്ലോ, അതിനുവേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തിലേക്കല്ല, ഘോഷയാത്രയ്ക്ക് കൊടുക്കുന്നത്. ഇതെല്ലാ വർഷവും ഞാൻ ചെയ്യുന്നുണ്ട്. ഭഗവാനെ എനിക്ക് ഇന്നേ വരെ വർക്കില്ലാതിരിക്കേണ്ടേ വന്നിട്ടില്ല. എനിക്ക് വർഷങ്ങളായിട്ട് എനിക്കെപ്പോഴും ജ്യോതിഷപരമായിട്ട് എനിക്ക് വർക്കുകൾ എപ്പോഴും ഉണ്ട്. അത് എൻ്റെ കഴിവല്ല, ഭഗവാന്റെയും എൻ്റെ ഗുരുക്കന്മാരുടെയും ഭഗവാന്മാരുടെയും എല്ലാം അനുഗ്രഹമാണ്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, ഈശ്വരന് നന്ദി പറയുന്നു. ഇതൊക്കെ ഞാനങ്ങനെ നിങ്ങളും അങ്ങനെ പറ്റുവാണെങ്കിൽ അവർ കൊടുക്കുക. എന്നുവെച്ച് നിങ്ങൾ ഫലങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്യുക, ഭഗവാൻ എല്ലാം നൽകിക്കോളൂ. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്കതൊരു പുതിയ അനുഭവമായിരിക്കും. ഇന്നേ വരെ ഇല്ലാത്ത ഭഗവാന്റെ ഒരു അനുഭൂതി നിങ്ങൾക്കുണ്ടാകും. പിന്നെ ഞാനീ പറഞ്ഞ ദിവസങ്ങളിൽ ജപം അതുപോലെ ചെയ്യുക. നിങ്ങൾ ഇന്നേ വരെ അറിയാത്ത ഭഗവാന്റെ അനുഗ്രഹം അറിയും. ഇത് കഴിവതും എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അധികം ആളുകൾ കാണത്തില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാണത്തുള്ളൂ. കാരണം കണ്ടാൽ നന്നായി പോകും. അതാണ് അതിൻ്റെ അകത്ത് കുഴപ്പം. ആരും നന്നാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്കെന്നും പ്രാരാബ്ദം, കഷ്ടപ്പാടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനൊക്കെ ഇഷ്ടം. നന്നാകാൻ നല്ല കാര്യങ്ങൾ കാണാനോ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല. കാണുന്നവർ കാണട്ടെ, അവരുടെ ജീവിതം മാറും. ഞാൻ ഈശ്വരനെ സമർപ്പിക്കുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ ഓം കൃഷ്ണായ നമഃ. ഏതായാലും ശ്രീകൃഷ്ണജയന്തിയുടെ കാര്യം പറഞ്ഞു, ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ടൊക്കെ നിർത്തിയേക്കാം. ഭഗവാനെക്കുറിച്ചാണല്ലോ ഇത്രയും പറഞ്ഞത്. ഭഗവാനെ ഞാനൊന്ന് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുകയാണ്. അതോടൊപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുന്നു. പിന്നെ ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ട് നിർത്തുകയാണ്.
ശിവൻ്റെ ശ്ലോകമാണ് മനസ്സിൽ വന്നത്. അതുകൊണ്ട് ഏതായാലും ആ ശിവനെ ഒന്ന് സ്മരിച്ചിട്ട് ഭഗവാന്റെ ശ്ലോകം ചൊല്ലാം. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതസ്വം രത്നകൽപ്പോജ്വലാംഗം പരശുമൃഗവരാഭീതികസ്തം പ്രസന്നം പത്മാസീനം സമാന്തസ്തുതം അമരെ ഗണേർ വ്യാഘ്രാകൃതി വസാനം വിശ്വാദ്യം വിശ്വവന്ധ്യം നിഖിലഭൈകരം പഞ്ചഭക്തം തൃണേത്രം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം. കാലദേശങ്ങൾക്കപ്പുറത്തും കാലദേശമൊന്നും ഭഗവാനില്ല. നിർമുക്തം നിത്യമുക്തം. ഭഗവാൻ നിത്യമുക്തനാണ്, നിർമുക്തനാണ്. പരബ്രഹ്മമായി തീർന്ന കാലദേശങ്ങൾ ബാധിക്കാത്ത ഭഗവാനെ കാണുന്ന മാത്രയിൽ അസ്പഷ്ടനും സ്പഷ്ടനുമാണ്. അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വാവത്പാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അസ്പഷ്ടനും സ്പഷ്ടനുമാണ്, വ്യക്തനുമാണ് അവ്യക്തനുമാണ്. ഭഗവാനെ ഭക്തിയുള്ളവർക്ക് ഭഗവാൻ വ്യക്തനുമാണ്, അവ്യക്തനുമാണ്. എല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണെന്ന് എല്ലാത്തിലും ഉള്ളവനുമാണ്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ്. ആ ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ പുരുഷാർത്ഥങ്ങളായ എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഗുരുവായൂരിൽ വസിക്കുന്നു എന്നുള്ളത് ഗുരുവായൂരുകാരുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാം. ഹന്തഭാഗ്യം ജനാനാം. ഗുരുഭവനപുരേ, ഗുരുവായൂർ വസിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരല്ല, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. എന്തായാലും ഗുരുവായൂർ ഭഗവാനെക്കുറിച്ച് ഇത് നാരായണീയത്തിൽ പറയുന്നതാണ്, അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ആ ഭഗവാനെ ഗുരുവായൂർ ആ ചൈതന്യത്തോടുകൂടി വസിക്കുന്നത് അവിടെയുള്ളവർ ഭാഗ്യമെന്നല്ല എന്ത് പറയാനാണ്. ഞാൻ പറയും ഭൂമിയിലുള്ളവർ ഭാഗ്യമെന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏതായാലും ഞാൻ ഭഗവാൻ ശിവനെ കൂടെ ഒരു ശ്ലോകം കൂടെ ജപിച്ചിട്ട് മുരുകനെ കൂടെ ഒന്ന് ജപിച്ചിട്ട് നിർത്താം. ഓം ശിവായ നമ യനവശിമാ മവയനശി ശിയ നമവ വശിമയന. ഓം ശിവം ഓം ശിവം ഓം ശിവം ഓം ശിവം ശിവോഹം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതുപോലെ മുരുകനെ കൂടെ സ്മരിച്ച് ഞാൻ നിർത്തുകയാണ്. വേൽ വേൽ വെട്രിവേൽ എന്നെ ചുറ്റിക്കാക്കും സുബ്രഹ്മണ്യ വേൽ വെട്രിവേൽ സ്വാഹ. മുരുക ഓം ശരവണഭവ. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. വേൽ വേൽ വെട്രിവേൽ സുബ്രഹ്മണ്യ വേൽ എന്നെ ചുറ്റിക്കാക്കും സുബ്രഹ്മണ്യ വേൽ 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 വെട്രിവേൽ. ഓം ശരവണഭവ. മുരുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.